ഞങ്ങൾ ന്യൂ ഇയർ ഈവിനെ ഫയർ വർക്ക്സ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഡൗൺ ടൗണിലാണ് ഫയർ വർക്ക്സ് ഉള്ളത്, ഹാർബർ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളെ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി സബ്വേയിൽ പോകണം ഡൗൺ ടൗണിൽ എത്തണമെങ്കിൽ. ആൾമോസ്റ്റ് ഒരു 1 hour സബ്വേയിൽ പോകണം. അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ സബ്വേ എൻട്രൻസ്. ഞങ്ങൾ സബ്വേ അണ്ടർഗ്രൗണ്ടിലൂടെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സബ്വേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ എത്തിയിട്ടില്ല, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഈവായിട്ട് എൻട്രി ഫീസൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സബ്വേ. ന്യൂ ഇയർ ഈവായിട്ടും കൂടുതൽ ആളുകളൊന്നുമില്ല. നമ്മളുടെ ഫസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ്, ആളുകൾ വരുന്നുണ്ട്. ഇനി ഇങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ കൂടുതൽ ആളുകൾ വരും. ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ അടുത്ത ട്രെയിൻ വന്നു. അപ്പുറത്തെ ലൈനിൽ ഫുള്ളി ഹാപ്പി ഹോളിഡേയ്സ് ഡിസൈനൊക്കെ ചെയ്തിട്ടേ. നമ്മുടെ സബ്വേ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഷനിലൂടെ ഒരു ട്രെയിൻ ഇപ്പോൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണുള്ളത്. ഇവു ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവു എട് ആജാ, ഹായ് പറ. ഇവുവിനെ കാണുന്നുണ്ടോ? ഇവ എവിടേക്കാ പോണേ? അതെ, ഒരു ടാറ്റ കൊടുക്കുമോ? ടാറ്റ കൊടുക്കില്ല. ഇവുവിന് ഉറക്കം വന്ന് തുടങ്ങി. ഇവ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്തത് യൂണിയൻ സ്റ്റേഷന് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രെയിന് ഫുള്ളി എംപ്റ്റി ആയിരുന്നു. ഇപ്പോൾ ഫുള്ളി ക്രൗഡഡായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേഷൻ എത്തിയിട്ട് ഞങ്ങളിത് ഇറങ്ങുന്നു. അങ്ങനെ യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ എസ്കലേറ്റർ വഴി മുകളിലോട്ട്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇത് റോയൽ ബാങ്ക് ആണെന്ന് തോന്നുന്നു. റോയൽ ബാങ്ക് ത്രൂ ആണ് എക്സിറ്റ്. അപ്പോൾ ഇവിടേക്ക് എപ്പോഴും ക്രിസ്മസിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം. ഇവിടുന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന ഫ്രണ്ടിൽ ആ കാണുന്നതാണ് CN ടവർ. പക്ഷേ നല്ല ഫോഗ് കാരണം ഇന്ന് വിസിബിലിറ്റി കുറവാണ്. CN ടവറിന് മുകളിലോട്ട് കാണുന്നില്ല ക്ലിയറായിട്ട്. ഇതാണ് ശരിക്കും ടൊറൻറ്റോ ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഏരിയ. ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഹാർബർ ഫ്രണ്ടിലോട്ടൊന്ന് നടക്കാമെന്ന് വിചാരിക്കണം. അവിടെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഫയർ വർക്ക്സൊക്കെ നടക്കുന്നത്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. ബസ്സിന് വേണമെങ്കിൽ പോവാം. ഇന്ന് TTCയിലെ ആക്സസ് ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ ട്രെയിന്, ബസ് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ
ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റും, പക്ഷെ നടക്കുന്നതാവും രസം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കാമെന്ന് വിചാരിക്കണം. ഇതിവിടുത്തെ വലിയൊരു ഹോട്ടലാണ്, ഫെയർമോണ്ട് റോയൽ യോർക്ക് ഹോട്ടൽ. മഴ പെയ്തിട്ട് മൊത്തത്തിൽ ചെറിയൊരു നനവ് ഇങ്ങനെ ഉണ്ട്, പക്ഷേ ആ ഒരു ഷൈനിൽ കാണുമ്പോൾ സിറ്റി നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ടൊറൻറ്റോയിലെ യൂണിയൻ സ്റ്റേഷൻ. അപ്പോൾ ഇതിനകത്താണ് ഗോ ട്രെയിൻ, വി ആർ റെയിൽ, അതേപോലെ സബ്വേ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ഇവിടുത്തെ മേജർ സ്റ്റേഷനാണ് ടൊറൻറ്റോയിലെ. പിന്നെ നേരത്തെ പറഞ്ഞ ഫെയർമോണ്ട് റോയൽ ഹോട്ടലിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. കുറേ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ന്യൂ ഇയർ ആയിട്ട് ഫുള്ളൊരു സെലിബ്രേറ്റീവ് മോഡിൽ മ്യൂസിക്കും ലൈറ്റ്സൊക്കെ വെച്ചിട്ട്, ലൈറ്റ്സൊക്കെ ക്രിസ്മസ് ടൈമിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും പുറത്തോട്ട് തന്നെ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹാർബർ ഫ്രണ്ടിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് ഫയർ വർക്ക്സ് നടക്കുന്നത്. 12 മണിയാവുമ്പോൾ വെടിക്കെട്ട് പൊട്ടും. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വ്യൂയിങ് ഏരിയ വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഫുള്ളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഹാർബർ ഫ്രണ്ടിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വിൻ്റർ ഫെസ്റ്റ് ടൊറൻറ്റോയുടെ ഭാഗമായിട്ടുള്ള ഫയർ വർക്ക്സ് ആണ് ന്യൂ ഇയർ ഈവിന് നടക്കാൻ പോകുന്നത്. ഇവിടെ വിൻ്റർ ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസിലൂടെ ഒന്ന് അകത്തോട്ട് കയറി നോക്കാം. സെൽഫി എടുക്കുന്നുണ്ട്, പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഐസ് സ്കേറ്റിംഗ് റിങ് ഉണ്ട്. സ്കേറ്റിംഗ് റിങ് അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുക, പോളിഷ് ചെയ്യാൻ തോന്നുന്നു. അത് കാരണം ആരും സ്കേറ്റ് ചെയ്യുന്നില്ല. കുറേ പേര് സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ടിട്ട് അവിടെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. സ്കേറ്റ് ചെയ്തുകൊണ്ടാണ് റിങ് ക്ലീൻ ആക്കുന്നവർ. ഇപ്പോൾ ഹാർബർ ഫ്രണ്ടിലുള്ള
സൈഡിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേറൊരു സൈഡിൽ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രകടനം നടന്നുകൊണ്ടിരിക്കും.